മറ്റൊരു മുറിയിലായിട്ടായിരുന്നു ദേവ് കിടന്നിരുന്നത്. ആനിൻ്റെ അഭാവം അതവൻ ശരിക്കും തളർത്തി. ഇല്ല ആൻ, നിന്നെ ഞാൻ പോവാൻ സമ്മതിക്കില്ല. നിന്നെയും എന്നെയും ബന്ധിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞാണ്. ആ കുഞ്ഞ് ജീവനോടെ ഉള്ളിടത്തോളം കാലം നിനക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ കുഞ്ഞ് ആരോഗ്യത്തോടെ നിന്റെ വയറ്റിൽ വളരേണ്ടത് എൻ്റെ ആവശ്യമാണ്. കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചു പോകാൻ നിനക്ക് പറ്റില്ല. നിനക്കെന്നല്ല ഒരമ്മയ്ക്കും പറ്റില്ല. ഇനി നീ ആനായാലും വൃന്ദയായാലും ശരി. ദീർഘമായി നിശ്വസിച്ചു അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെ ദേവ് ജോഗിങ് കഴിഞ്ഞ് മുറ്റത്തെ ഗാർഡനിൽ ഇരുന്ന് ശിവനോടൊപ്പം സംസാരിക്കുകയായിരുന്നു. ദേവ് ദേവ് തൻ്റെ പേര് നീട്ടി വിളിച്ചു കൊണ്ടുവരുന്ന ആനിനെ കണ്ട് കിളി പോയി നിൽക്കുവാണ് ദേവിനും ശിവനും. ദേവ് ദേവ് ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, തനിക്കെന്താ ചെവി കേട്ടൂടെ? ആൻ രാവിലെ തന്നെ നല്ല ദേഷ്യത്തിലാണ്. പെങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഭർത്താവിനെ പേര് വിളിക്കാൻ പാടില്ല. അതത്ര നല്ലതല്ല. നേരത്തെ വിളിച്ചിരുന്നത് പോലെ വിളിച്ചാൽ പോരെ? ശിവനാണ് പറഞ്ഞത്. താൻ ആരാ? ആൻ ശിവന് നേരെ തിരിഞ്ഞു. ഞാൻ ശിവൻ. ഓ ശിവനോ? അങ്ങ് കൈലാസ പർവ്വതത്തിൽ നിന്ന് എപ്പോൾ വന്നു? അയ്യോ, ആ ശിവനല്ല, ഇത് വെറും ശിവൻ. ആ മനസ്സിലായി, താനല്ലേ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ഇയാളുടെ തലയിൽ കെട്ടിവെച്ച ഐഡിയറ്റ്. ഞാൻ തന്നെ കാണാനിരിക്കുമായിരുന്നു. എൻ്റെ ചേട്ടനൊന്ന് വന്നോട്ടെ, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട്. ഐ വിൽ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് യു ഫോർ ഫോഴ്സിങ് മീ ടു മാരി ഹിം, ഇഡിയറ്റ്. ഒരു ശിവനും ദേവനും ദൈവത്തിൻ്റെ പേരിട്ട് നടക്കുവല്ല. ഡോ, താൻ മുറിയിലേക്കൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് ആൻ ദേവനെ നോക്കി പറഞ്ഞ് അവൾ നടന്നു നീങ്ങി. ദേവേട്ടാ, ഇത് നമ്മുടെ പഴയ ആൻ തന്നെയാണോ? എന്തൊരു മാറ്റായത്, എങ്ങനെ സഹിക്കുന്നു? എന്ത് ചെയ്യാം, സഹിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞ് ദേവ് കാര്യം എന്താണെന്നറിയാൻ മുറിയിലേക്ക് പോയി. എന്താ? ദേവ് ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ഫ്രഷായി മാറാൻ ഡ്രസ്സ് വേണം. ആ വാർഡ്രോബിൽ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടല്ലോ, പിന്നെന്താ? അതാണോ ഡ്രസ്സ്? ഞാൻ അതുപോലുള്ള ഡ്രസ്സൊന്നും ധരിക്കാറില്ല. വീട്ടിൽ സാരി എടുത്തോണ്ട് നിൽക്കാൻ ഇതെന്താ സീരിയൽ വല്ലതും ആണോ? ഐ വാണ്ട് സം മോഡേൺ ഡ്രസ്. അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെയില്ല. ഇവിടെ ഫാഷൻ പരേഡോ ഒന്നുമില്ല. മുൻപ് ധരിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി, ദേവൻ പറഞ്ഞു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എന്നെ ആരും ഭരിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ വിനയ് പറഞ്ഞിട്ട് കേൾക്കാറില്ല. പിന്നെയാ താൻ. ആരായി വിനയ്? എൻ്റെ ബ്രദർ. അവൻ പറഞ്ഞിട്ട് കേൾക്കുന്നതോ കേൾക്കാത്തതും എൻ്റെ ഇഷ്ടം. ഇതെൻ്റെ വീടാണ്. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കുള്ളൂ. ആഹാ, അങ്ങനെയാണോ? ഞാൻ കാണിച്ചു തരാം. ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എനിക്ക് ഒറ്റയ്ക്ക് മുംബൈക്ക് പോകാനൊക്കെ അറിയാം. നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ, നീ എൻ്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലി ഇപ്പോഴും നിന്റെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. തൻ്റെ ഒരു താലിക്കൊണ്ട് പോയി പുഴുങ്ങി തിന്ന് എന്നും പറഞ്ഞ് അത് അഴിച്ചു മാറ്റാൻ ഒരുങ്ങി അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. ഇതിലെങ്ങാനും നിന്റെ കൈ വീണ ആ കൈ ഞാൻ വെട്ടും. പറഞ്ഞതുപോലെ ചെയ്യുന്നവനായിതേ. നിനക്ക് കൈയില്ലെങ്കിലേ എനിക്കൊരു കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പോയാലോ? താൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് മുറിവിട്ടിറങ്ങാൻ നേരാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തുന്നത്. കയ്യിന്ന് വിട്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നും ചോദിച്ച് അവളുടെ കണ്ണിലേക്ക് നോക്കി അവളുടെ കയ്യിലെ പിടി മുറുക്കി. അവൻ്റെ ആ നോട്ട് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇനിയും അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നാൽ താൻ അവൻ്റെ ആനായി പോകും. പിന്നെ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ വെറുതെ ആയിപ്പോവും. അതും മനസ്സിൽ കരുതി പറഞ്ഞു. വിടുവിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് അവൻ്റെ കൈ കടിച്ചു പറിച്ചു. അവസാനം അവൾ പിടിവിട്ടു. ഡി 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 എന്നും പറഞ്ഞ് അവളെ അവൻ ദഹിപ്പിച്ചു നോക്കി. അവൾക്ക് നേരെ അടുത്തു. അവൻ്റെ ആ നോട്ടവും വരവും കണ്ട് അവൾ ഒന്ന് പതറി. തൻ്റെ നേരെ നടന്നു വരുന്നവനെ കണ്ടതും അവൾ കയ്യിൽ കിട്ടിയതല്ല അവന് നേരെ എടുത്തെറിഞ്ഞു. അതൊന്നും വകവെക്കാതെ അവൻ അവൾക്ക് നേരെ നീങ്ങി. അതിനനുസരിച്ച് അവൾ പിറകിലോട്ട് നടന്നു. ഒടുവിൽ അവൾ ചുവരിൽ തട്ടി നിന്നതും അവളുടെ ധൈര്യം മുഴുവനും ചോർന്നു പോയി. അവൻ്റെ കണ്ണുകളിലേക്ക് ഇത്തിരി നേരം നോക്കിയാൽ മതി താൻ അലിഞ്ഞില്ലാതാവാൻ എന്നവൾക്ക് അറിയാമായിരുന്നു. അവൾ ദേഷ്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. ദേവ് അവളുടെ രണ്ട് കൈയും പിടിച്ചു വെച്ചു. അവളുടെ നേരെ മുഖം അടുപ്പിച്ചു. അവളുടെ കവിളിൽ തൻ്റെ താടി കൊണ്ട് ഉരച്ചി. ഡോ, താൻ എന്തായി കാണിക്കുന്നത്? എന്നെ തനിക്ക് അറിയില്ല. നീ വൃന്ദയോ ഭദ്രകാളിയോ ആരായാലും ശരി, എനിക്ക് നീ എൻ്റെ ആൻ തന്നെയാ. നിന്നെ അരച്ച് കലക്കി കുടിച്ചവനായി ഞാൻ. ആ എന്നോടാണോ നിന്റെ വിളച്ചിൽ? ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. കേട്ടോടി പഞ്ഞിമിഠായി. ഇപ്പം പഞ്ഞിമിഠായി കഴിക്കാൻ തോന്നിയാലേ ഞാൻ കഴിച്ചിരിക്കും. ഞാനേ അങ്ങ് കടിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു മൂടില്ല. അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൻ്റെ പഞ്ഞിമിഠായി പ്രയോഗവും പറച്ചിലും അവളിൽ ചെറിയ വിറയലുണ്ടാക്കി. അവൻ കരുതുന്നുണ്ടാവും അവൻ്റെ പഞ്ഞിമിഠായി എന്താണെന്ന് തനിക്കറിയില്ലെന്ന്. വഷളൻ, ഏതു നേരവും ഈ ചിന്തയുള്ളൂ. ഉള്ളിലെ തൻ്റെ വിറയിൽ മറച്ചു പിടിച്ചവൾ മനസ്സിൽ പറഞ്ഞു. ഇതേ, നിങ്ങളുടെ പഴയ ആനൊന്നുമില്ല ഞാൻ. ആ പഴയ ആൻ നിങ്ങളെപ്പോലെ കാട്ടാളിനെ സ്നേഹിച്ചിരിക്കാം എന്ന് വെച്ച് എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. കാട്ടാളൻ നിന്റെ തന്ത ഒറ്റ ചവിട്ട് തന്നാലുണ്ടല്ലോ. ഇതെൻ്റെ പഴയ ആൻ തന്നെയാണ്. ഇവിടെ ഉള്ളത് മൊത്തം എനിക്ക് കാണാൻ പാടാണ്.
അവളുടെ മേനിയെ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പം നിന്റെ വയറ്റിൽ കിടക്കുന്നത്. ചേട്ടനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്നവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അവൻ അവളിൽ നിന്നും അകന്നു മാറി മുറിവിട്ടിറങ്ങി. പടപടാ മിടിക്കുന്ന ഹൃദയത്തെ സാധാരണ നിലയിലാക്കി ആൻ ഇനി എങ്ങനെ അവനെ ഇറിറ്റേറ്റ് ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദേവ് ദേവ് മറ്റൊരു മുറിയിൽ ഇരുന്ന് ലാപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു അവൻ. ദേവ് അമർത്തി മൂളി. തൻ്റെ കാറിൻ്റെ കീങ്ങെടുത്തേ. എന്തിനാ? പുഴുങ്ങി തിന്നാൻ. എന്തേ? എല്ലാവരും കാറിൻ്റെ കീ ഉപയോഗിക്കുന്നത് അതിനാണല്ലോ. എടോ, എനിക്ക് പുറത്ത് പോകണം, അതിനെന്തിനാ കാറിൻ്റെ കീ? അവിടെ ദീപവും ഉണ്ടല്ലോ. പൊതുവെ നീ അവൻ്റെ കൂടെ ആണല്ലോ പുറത്ത് പോവാറുള്ളത്. തനിക്ക് ബോധം എന്ന് പറയുന്ന ഒന്നില്ലേ? ഓർമ്മയില്ലാത്ത സമയത്ത് ഞാൻ പല മണ്ടത്തരങ്ങളും ചെയ്തിട്ടുണ്ടാകും. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ ഇപ്പം എൻ്റെ വയറ്റിൽ കിടക്കുന്നത്. അതെ, ഇടയ്ക്കിടെ കുഞ്ഞിനെ വെച്ച് മോനെ വെച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം കുഞ്ഞ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിനക്കായിരുന്നല്ലോ നിർബന്ധം. എന്നിട്ടിപ്പോൾ എല്ലാ കുറ്റവും എനിക്ക്. ദൈവം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണല്ലോ ഇത്. കല്യാണം കഴിഞ്ഞ് 6 മാസം ആവുന്നതേ ഉള്ളൂ എന്നാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആ ചേച്ചി പറഞ്ഞത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ആക്രാന്തായിരുന്നോ? ദേ, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, പറഞ്ഞാൽ കൂടിപ്പോവും. ദേവിന് ചൊറിഞ്ഞു വന്നു. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഇന്നാണ് സ്കാൻ ചെയ്യാൻ പോകാൻ പറഞ്ഞത്. പെട്ടെന്ന് റെഡിയായി വാ. തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് പോകാനുള്ളതെന്ന് വെച്ചാൽ പോവാം. ഞാനെങ്ങില്ല. അതെന്താ? എനിക്കിപ്പോൾ എത്ര മാസമായെന്ന് തനിക്കറിയോ? ഡോക്ടേഴ്സ് ചില ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അതിന് ആര് ആൻസർ പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പെട്ടെന്ന് റെഡിയായി വാ എന്നവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. ഇതെന്താ, ജീൻസും ടോപ്പ് ഇട്ടുകൊണ്ടാണോ ഡോക്ടറെ കാണാൻ പോകുന്നത്? അതിനെന്താ, നമ്മൾ പോകുന്നത് ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ്. അവളുടെ മോന്ത കണ്ട് തിരിച്ചു വരാനല്ല പോണത്. പിന്നെന്തിനാ? അവളുടെ ചോദ്യം കേട്ട് അവന് പെരുത്ത് കയറി. പിന്നെന്തിനാ? അവളുടെ ചോദ്യം കേട്ട് അവന് പെരുത്ത് കയറി. പിന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്നും പറഞ്ഞവൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പിന്നെ വേറെ വഴിയില്ലാതെ അവളെ പെട്ടെന്ന് പോയി ഒരു ചുരിദാർ എടുത്തിട്ട് വന്നു. ദേവ്, ആ കീങ്ങത്താ, ഞാൻ ഓടിക്കാം. നമ്മൾ പരലോകത്തേക്കല്ല പോകുന്നത് ദേവ്. ഞാൻ പെർഫെക്റ്റായി വണ്ടി ഓടിക്കും. മുംബൈ സിറ്റിയിൽ ഞാൻ വിനയൻ്റെ കൂടെ ഡ്രൈവ് ചെയ്യാറുണ്ട്. നിന്റെ ചേട്ടന് വിവരമില്ലെന്ന് കരുതിയേ ഞാൻ അങ്ങനെയാണെന്ന് കരുതരുത്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. ഒരു നിയമപാലകൻ വന്നിരിക്കുന്നു. ആ കീങ്ങത്താ ദേവ്, ഞാൻ ഒന്ന് ഓടിച്ചോട്ടെ. ആദ്യം ദേവ് എന്ന വിളി മാറ്റി, എന്നിട്ട് നമുക്ക് ആലോചിക്കാം വണ്ടി ഓടിക്കണോ വേണ്ടയെന്ന്. തൽക്കാലം വന്ന് വണ്ടിയിൽ കയറി എന്നവൻ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് മറ്റേ സൈഡിൽ കയറി. 2-3 വർഷമായില്ലേ വണ്ടി ഓടിച്ചിട്ട്, അതുകൊണ്ടേ ടച്ച് വിട്ട് കാണും. നമുക്ക് ഡെലിവറിക്ക് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതുവരെ വേണ്ട. അതുവരെയൊന്നും ഞാനിവിടെ നിൽക്കില്ല. വിനയ് വന്നാൽ ഞാൻ കൂടെ പോകും. എങ്ങോട്ട്? മുംബൈയിലോട്ട്. എന്നിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ പോവും. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഞാൻ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞിനെ നീ എന്ത് ചെയ്യും? ഞാനതിനെ അബോർട്ട് ചെയ്ത് കളയും. അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ കാൽ ശക്തിയായി ആക്സിലറേറ്ററിൽ അമർന്നു. എന്താ ഇത്? വണ്ടിയുടെ സ്പീഡ് കുറക്കാൻ ഒന്ന് മെല്ലെ പോ പ്ലീസ്. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്, അവൾ അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം അവൻ സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി റോഡിൻ്റെ ഒരു വശത്ത് നിർത്തി. ഇനി ഇത് ഒരിക്കൽ കൂടി നിന്റെ നാവിൽ നിന്ന് കേൾക്കാനിടയായാൽ നമ്മൾ 3 പേരും ഒരുമിച്ചായിരിക്കും പോവുക എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് നീങ്ങി. ഡോക്ടറിന് മുന്നിലിരുന്ന് തൻ്റെ ലാസ്റ്റ് മെൻസസ് പീരീഡും ബാക്കി കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നവനെ കണ്ട് അവൻ വായും പൊളിച്ച് നിൽപ്പാണ്. ഡോക്ടർ പരിശോധിക്കാൻ നേരം അവൾ അവനെ ഒന്ന് നോക്കി. ഇവിടെ ജാടയിട്ടാൽ നടക്കില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നല്ല പേടിയുണ്ട്. അവനോട് എങ്ങനെയാ പറയാ? തൻ്റെ അരികിലേക്ക് വരുന്ന ഡോക്ടറെ കണ്ടതും അവൾ അവനെ ദയനീയമായി നോക്കി. അവനാണെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അവളെ നോക്കിയതേയില്ല. തൻ്റെ കയ്യിൽ അവളുടെ കൈ അമർന്നപ്പോഴാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. കണ്ണുനീർ കവളിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് ചെറിയ വിഷമം തോന്നാതിരുന്നില്ല. പരിശോധന കഴിഞ്ഞതും ഡോക്ടർ അവളോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അവരവരുടെ ചെയറിൽ പോയിരുന്നു. ആനാണെങ്കിൽ എഴുന്നേൽക്കാൻ അവിടെ തന്നെ കിടക്കുവാണ്. അവളുടെ അരികിൽ ചെന്ന് അവളുടെ ഡ്രസ്സ് ശരിയാക്കി കൊടുത്ത് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നേരം അവൾ അവനെ ചുണ്ട് കോർപ്പിച്ച് നോക്കി. ഇങ്ങനെ പരിശോധിക്കാനാണെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ വരില്ല കേട്ടോ. മനുഷ്യൻ്റെ നല്ല ജീവനങ്ങ് പോയി. ഇങ്ങനെ പോയാൽ നീ എങ്ങനെയാ പ്രസവിക്കുക? ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. അതിന് മാത്രം കരയാൻ എന്തിരിക്കുന്നു? അവളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞേനെ. ഇത് ഹോസ്പിറ്റൽ അല്ലായിരുന്നേ. ഒന്ന് മാറിക്കേ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. 2 പേരും അവിടെ എന്തെടുക്കുക? ഡോക്ടർ അത് പറഞ്ഞതും ഇരുവരും ഡോക്ടറുടെ മുന്നിലിരുന്നു. സ്കാൻ ചെയ്ത് വരാൻ പറഞ്ഞതും ഇരുവരും സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. സ്കാനിങ് റൂമിന് മുന്നിൽ ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്ന ഗർഭിണികളെ അന്നൊന്ന് നോക്കി. വീർത്തു വന്ന ഉദരത്തിൽ കൈചേർത്ത് വെച്ചിരിക്കുന്ന പൂർണ്ണ ഗർഭിണികളെ കണ്ട് അന്നിന് വിഷമം തോന്നി.
അവിടെയുള്ള ഗർഭിണികളെ ഓരോരുത്തരെയായി നോക്കുന്ന ആനിൻ്റെ മുഖഭാവം ശ്രദ്ധിക്കുകയായിരുന്നു ദേവ്. അന്നേരം അവളുടെ ഒരു കൈ അവളുടെ വയറിനെ പൊതിഞ്ഞു പിടിച്ചത് ദേവ് ശ്രദ്ധിക്കാതിരുന്നില്ല. സ്കാൻ ചെയ്യാൻ നേരം തൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പ് സ്ക്രീനിലൂടെ കണ്ടതും അത്രയും ദിവസം അടക്കി വെച്ചിരുന്ന ഒരച്ഛൻ്റെ വികാരം ദേവിൽ നിന്ന് കണ്ണുനീരായി പുറത്തു വന്നപ്പോൾ അവൾക്ക് സന്തോഷം അടക്കാനായില്ല. അവൻ്റെ കണ്ണ് സ്ക്രീനിലായിരുന്നെങ്കിൽ അവളുടെ കണ്ണ് മുഴുവനും അവനിലായിരുന്നു. കുഞ്ഞിനോട് അവന് വെറുപ്പൊന്നും ഇല്ല എന്നവൾക്ക് ബോധ്യമായി. പക്ഷെ ഇപ്പോഴും ആളെ 2-3 പ്രാവശ്യം എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞെന്നല്ലാതെ ഗർഭിണിയായ ഭാര്യയുടെ കാര്യത്തിൽ ഭർത്താവ് കാണിക്കുന്ന ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ല. താനിവിടുന്ന് പോവും എന്ന് പറയുമ്പോൾ മാത്രമാണ് എൻ്റെ കുഞ്ഞ് എന്നൊരു ചിന്ത വരുന്നത്. അത് മാറണം. അതുവരെ താൻ വൃന്ദ ആയേ മതിയാവും. വണ്ടിയിലിരിക്കുമ്പോഴും ആനിൻ്റെ ഉള്ളിൽ അത് മാത്രമായിരുന്നു. നിനക്ക് എവിടെയാ പോവേണ്ടത് എന്നുള്ള അവൻ്റെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. എനിക്കെവിടെയും പോവേണ്ട, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയണമെന്നാണ് അവൾക്ക് അന്നേരം തോന്നിയത്. പക്ഷെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു, നമുക്കൊരു മാളിലേക്ക് പോവാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, പിന്നെ എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുക, അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു പോവാം. അങ്ങനെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ അവൻ സാധിച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ ആനിനെ അന്വേഷിച്ച് മുറിയിൽ വന്നതാണ് ദേവ്. എന്തു പറ്റി? നീ ഭക്ഷണമൊന്നും കഴിച്ചില്ലെന്ന് ജാനുവമ്മ പറഞ്ഞല്ലോ. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? ഭക്ഷണം കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ് കഴിക്കാഞ്ഞത്. രാവിലെ മുതൽ ഭയങ്കര വോമിറ്റിംഗ് ആണ് ദേവ്, എനിക്ക് തീരെ വയ്യ, ഞാനൊന്ന് കിടന്നോട്ടെ. അതും പറഞ്ഞ് അവൾ വീണ്ടും കണ്ണടച്ച് കിടന്നു. കിടന്ന ഉടനെ അവൾക്ക് വീണ്ടും ഛർദ്ദിക്കാൻ തോന്നി. അവൾ വാഷ്റൂമിലേക്ക് ഓടി. അവളുടെ അവസ്ഥ കണ്ട് അവന് ശരിക്കും വിഷമം തോന്നി. ആൻഡ് വാഷ്റൂമിൽ നിന്ന് വന്നതും ദേവ് അവൾക്കുള്ള ഫ്രഷ് ജ്യൂസുമായി വന്നു. അവളെ നിർബന്ധിച്ച് അത് കുടിപ്പിച്ചു. എതിരൊന്നും പറയാതെ അവളത് കുടിക്കുകയും ചെയ്തു. പ്രഗ്നൻസിയുടെ ഔഷധ അവളെ ശരിക്കും തളർത്തിയിരുന്നു. അപ്പോഴൊക്കെയും അവൾ അവൻ്റെ സാമീപ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ ദേവ് പിന്നീടുള്ള ദിവസങ്ങളിൽ അവളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നു. അവൾക്കുള്ള ഭക്ഷണവും മരുന്നൊക്കെയും കൃത്യസമയത്ത് അവൻ മുറിയിൽ എത്തിച്ച് നിർബന്ധിച്ച് കഴിപ്പിക്കും. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇപ്പോൾ അവൾ അവനോട് കയർത്ത് സംസാരിക്കാറില്ലെങ്കിലും അവനിൽ നിന്നും ഒരകലം പാലിച്ചിരുന്നു. അതവനെ വല്ലാതെ തളർത്തിയിരുന്നു. അപ്പോഴും അവൾ ഇടയ്ക്കിടെ അവൻ്റെ മനസ്സ് അറിയാനെന്ന വണ്ണം തനിക്ക് തൻ്റെ ചേട്ടൻ്റെ അടുത്ത് പോകണം, ഇപ്പോൾ പോവും എന്നൊക്കെ പറഞ്ഞവനെ പേടിപ്പിച്ചിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും അവളുടെ വയറ് ചെറുതായി വീർത്തു വരാൻ തുടങ്ങി. അത് കാണുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടു നോക്കാനും ഒന്ന് ചുംബിക്കാനും അവനും ആഗ്രഹിച്ചിരുന്നു. എല്ലാം മറന്നപ്പോൾ അവനും കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇരുവരും 2 മുറിയിൽ തന്നെയാണ് താമസം. അവൻ്റെ മനസ്സിപ്പോൾ തന്നിലും കുഞ്ഞിലും മാത്രമാണെന്ന് മനസ്സിലായ ആൻ തൻ്റെ പദ്ധതി വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അതിനുശേഷം അവൻ മദ്യപിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ ആൻ കണ്ടിട്ടില്ല. ഏതു നേരവും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. എന്നാലും ഒരിക്കൽ പോലും താൻ കുഞ്ഞിനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ എന്നവൻ തന്നോട് ചോദിച്ചില്ലല്ലോ. എന്തിന്? താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും താനറിയാതെ വന്ന് തൻ്റെ ഉദരത്തിൽ ചുണ്ട് ചേർത്തിരുന്നേ എന്നവൾ എന്നും ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ കാണുമ്പോൾ തോന്നും അവരിതൊക്കെ ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണെന്ന്. അതിനാൽ അവൾക്കും വാശിയായി. അതിനാൽ അവളും നാടകം തുടർന്നു. ആദ്യമായി കുഞ്ഞിൻ്റെ അനക്കം അറിഞ്ഞപ്പോൾ അവനെ വിളിച്ച് ഈ സന്തോഷം പങ്കുവെക്കണം എന്നവൾക്ക് തോന്നിയെങ്കിലും ഒരിക്കൽ പോലും തൻ്റെ ഉദരത്തിൽ തലോടാത്ത അവന് കുഞ്ഞിൻ്റെ തുടിപ്പറിയാൻ അർഹതയില്ല എന്നവൾക്ക് തോന്നി. താനിവിടെ തോറ്റു പോകുമോ എന്ന് വരെ അവൾക്ക് തോന്നി. തോൽക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു. കൂടുതൽ വാശിയോടെ അവനെ മനഃപൂർവ്വം ഒഴിവാക്കി. അവൻ ചെയ്തു കൊടുക്കുന്നതൊക്കെ സ്വയം ചെയ്യാൻ തുടങ്ങി. അവനോടുള്ള സംസാരം പോലും കുറച്ചു. തൻ്റെ മുറിയിൽ അവൻ വന്നാൽ അന്നേരം കണ്ണടച്ച് കിടക്കും. അതവനിൽ ദേഷ്യം നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം ദേവനോടുള്ള വാശിപ്പുറത്താണ് അവൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയത്. ആൾക്കൂട്ടത്തിനിടയിൽ തൻ്റെ ചേട്ടൻ വിനയൻ്റെ മുഖം കണ്ടതും അവൻ എങ്ങനെയോ അവിടുന്ന് അവൻ കാണാതെ രക്ഷപ്പെട്ട് വീട്ടിലെത്തി. തൻ്റെ മുറിയിലെത്തി അവൻ നല്ലോണം കിതയ്ക്കുന്നുണ്ടായിരുന്നു. വെള്ളം കുടിച്ച് ആഞ്ഞൊരു ശ്വാസം വലിച്ച് കണ്ണടച്ച് തുറന്നപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ദേവിനെ കാണുന്നത്. അവന് മുഖം കൊടുക്കാതെ ബെഡിൽ വന്നിരുന്നു. വൃന്ദ പ്രഭാകർ ചേട്ടനായ വിനയ് പ്രഭാകരനെ നേരിൽ കണ്ടപ്പോൾ എന്താണ് പേടിച്ച് അവൻ്റെ കണ്ണിൽപ്പെടാതെ ഇങ്ങോട്ട് ഓടി വന്നത്? ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. ചേട്ടൻ വന്നാൽ നിനക്ക് അവൻ്റെ കൂടെ പോകണം എന്നായിരുന്നില്ലേ? എന്നിട്ട് എന്തേ കൂടെ പോവാഞ്ഞത്? എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞതാ ഇത്രയും നാൾ? തൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടുമില്ല. തനിക്കിതുവരെയായിട്ടും മെമ്മറി ലോസ് ഉണ്ടായിട്ടുമില്ല. എല്ലാം നിന്റെ നാടകമായിരുന്നു. നീ എൻ്റെ ആരാണെന്നും നീ വൃന്ദയായി അഭിനയിക്കുന്നതാണെന്നും മനസ്സിലാക്കാൻ എനിക്ക് നീ അഭിനയം തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ മതിയായിരുന്നു. ഒരു ദിവസം ഞാൻ നിന്നെ കയറി പിടിച്ചപ്പോൾ നീ ഒരു പ്രാവശ്യം എന്നോട് അബദ്ധവശാ പറഞ്ഞിരുന്നു, അന്നത്തെ പോലെ തലമണ്ട തല്ലി പൊട്ടിക്കണമെന്ന്. ഓർമ്മ തിരിച്ചു കിട്ടിയ നിനക്ക് ഞാനും എൻ്റെ ഭാര്യ ആനും തമ്മിൽ നടന്ന കാര്യം എങ്ങനെ അറിയാനാണ്? അതോടെ എനിക്ക് മനസ്സിലായി എല്ലാം നിന്റെ നാടകമാണെന്ന്. ഞാനാണെങ്കിൽ അന്ന് അറിഞ്ഞതുപോലെ ഭാവിച്ചില്ല. പിന്നെ ഞാൻ മനഃപൂർവ്വം നിന്റെ അടുത്ത് പലവട്ടം പറയുമായിരുന്നു എനിക്ക് പഞ്ഞിമിഠായി കഴിക്കാൻ തോന്നുന്നു എന്ന്.
അന്നേരം നിന്റെ മുഖത്ത് ഉണ്ടാവുന്ന ആ നാണവും വെപ്രാളവും പിടച്ചിലും എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നീ ഏതുവരെ പോവും എന്ന് നോക്കിയതാ. പക്ഷേ ഇന്നൊറ്റയ്ക്ക് എൻ്റെ സമ്മതമില്ലാതെ ഈ അവസ്ഥയിൽ പുറത്തു പോയപ്പോൾ എനിക്ക് ഇനിയും ഇത് തുടരാൻ ആഗ്രഹമില്ല എന്ന് തോന്നി. എനിക്ക് ചിലത് അറിഞ്ഞേ പറ്റൂ. എന്തിനാണ് ഈ നാടകം? ശരിക്കും നീ ആരാണ്? എന്താണ് നിന്റെ ഉദ്ദേശം? ഇതൊക്കെ കേട്ടിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന പോലെ നിൽക്കുന്ന ആനനെ കണ്ടതും ദേവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കണ്ണാടിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ ടോപ്പ് ഊരി മാറ്റി നെഞ്ചിലെ വലിയ മുറിവ് കാണിച്ചു ചോദിച്ചു, ഈ തുന്നിക്കുട്ടിയ മുറിവ് കണ്ടോ? ഇതിനകത്ത് ഇരിക്കുന്നത് ആരുടെ ഹൃദയമാണെന്ന് നിനക്കറിയോ? നിന്റെ ഹൃദയം ആരോ ഷൂട്ട് ചെയ്ത് തകർത്തപ്പോൾ ഇവിടെ മറ്റൊരു ഹൃദയം തുന്നി ചേർക്കുകയായിരുന്നു. നീ മനഃപൂർവ്വം എനിക്ക് നിങ്ങളെ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഫിലിപ്പ് മാത്യു എന്ന മനുഷ്യൻ്റെ മകളുടെ, നീ പപ്പ എന്ന് വിളിച്ചിരുന്ന ആ പാവം മനുഷ്യൻ്റെ മകളുടെ ഹൃദയമാണ് നിന്റെ ശരീരത്തിൽ ഇപ്പോൾ മിടിക്കുന്നത്. എന്നിട്ട് നീ മനഃപൂർവ്വം അദ്ദേഹത്തെ ഓർമ്മയില്ലെന്ന് പറഞ്ഞു വിട്ടു. ആ മനുഷ്യൻ അന്ന് എത്ര വേദനിച്ചിട്ടുണ്ടാവും. എന്നെ ഓർമ്മയില്ലെന്ന് പറഞ്ഞത് ഞാൻ കണ്ടില്ലെന്ന് അടിച്ചെന്ന് വരാം. പക്ഷെ എങ്ങനെ നിനക്ക് ആ മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാൻ തോന്നി? പേരോ ഊരോ അറിയാത്ത ഏതോ ഒരു പെണ്ണിന് സ്വന്തം മകളുടെ ഹൃദയം ദാനം ചെയ്ത് അവളെ സ്വന്തം മകളേക്കാൾ സ്നേഹിച്ച ആ മനുഷ്യന് നൽകിയ വേദനയ്ക്ക് പകരം കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? 2 വർഷം എല്ലാം മറന്ന് നിന്റെ സ്വന്തം പപ്പയായി ജീവിച്ച ആ മനുഷ്യന് കൊടുത്ത സ്നേഹ സമ്മാനം കൊള്ളാം. ശേഷം അവൻ അവളുടെ ചെറുതായി വീർത്തു വന്ന വയറിൽ തൊട്ടതും ഇതിനകത്തുള്ളത് എൻ്റെ ജീവനാണെന്ന് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിച്ചു. ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് എന്നെ മണ്ടനാക്കാൻ നോക്കി. അവൻ വയറിൽ കൈവച്ച് അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ വയറിൽ കിടന്ന് കുഞ്ഞനങ്ങാൻ തുടങ്ങി. തൻ്റെ കുഞ്ഞിൻ്റെ തുടിപ്പ് അറിഞ്ഞതും അവൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ്റെ കയ്യാൽ അവളുടെ വയറിനെ തലോടി. അതോടെ കുഞ്ഞ് വീണ്ടും അനങ്ങി. അന്നേരം ചുറ്റുമുള്ളതൊക്കെ വിസ്മരിച്ചുകൊണ്ട് അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ നഗ്നമായ വയറിൽ ചുണ്ടു ചേർത്തു. അന്നേരം ആനിൻ്റെ മിഴികൾ കൂമ്പി അടങ്ങിപ്പോയി. കണ്ണുകൾ നിറഞ്ഞു വന്നു. 2 തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി അവൻ്റെ മൂക്കിലേക്ക് പതിച്ചു. അതവനെ ചുട്ടുപൊള്ളിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. അവൻ തൻ്റെ കുഞ്ഞിനെ മതിവരോളം ചുംബിക്കുന്നത് കണ്ടതും ആനിൻ്റെ മനസ്സ് നിറഞ്ഞു. അത് മനസ്സിലാക്കി ആ കുഞ്ഞ് തൻ്റെ സന്തോഷം അറിയിച്ചു. തിരിച്ചും ആ സന്തോഷം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ മുഖത്തും കാണാമായിരുന്നു. അവളെ നേരെ നിർത്തി താൻ ഊരി മാറ്റിയ ടോപ്പ് അവൾക്ക് ഇട്ടുകൊടുത്തതും അവൻ അവളെ ഇറുകെ പുണർന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാൾ വൃന്ദയായത്. ഇതെനിക്ക് കാണണമായിരുന്നു. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞ കുഞ്ഞിനെ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞെന്ന് എനിക്ക് പറയിപ്പിക്കണമായിരുന്നു. എൻ്റെ ആദ്യ ലക്ഷ്യം പൂർത്തിയായി. ഇനി എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം എനിക്ക് കാണേണ്ടത് ഡോക്ടർ നന്ദദേവിനെയാണ്. ഡോക്ടർ നന്ദദേവ്? ദേവ് അവളെ നോക്കി ചോദിച്ചു. അതെ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ന്യൂറോ സർജൻ ഡോക്ടർ നന്ദദേവ്. അയാളും നീയും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ ആളെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇൻ്റർനെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി, ഒരു വിവരവുമില്ല. എനിക്ക് അയാളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കറിയാം ഡോക്ടർ നന്ദദേവിനെ. നിനക്ക് പറയാനുള്ളത് എന്നോട് പറഞ്ഞോളൂ, ഞാൻ പറയാം അയാളോട്. ഇല്ല ദേവേട്ട, അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അയാളോടത് നേരിട്ട് പറയണം. അയാളെ ചിലത് ഏൽപ്പിക്കാനുണ്ട്, ചില പ്രധാനപ്പെട്ട തെളിവുകൾ. അയാളുടെ കൂട്ടുകാരൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്നെനിക്ക് അയാളോട് പറയണം. അയാളുടെ കൂട്ടുകാരൻ റാമിനെ കൊന്നത് ആരാണെന്ന് എനിക്ക് അയാളോട് പറയണം. പറ, എവിടെയാണ് ആ ഡോക്ടർ ഉള്ളത്? പറ ദേവേട്ട. അവനത് ചോദിച്ചതും ദേവ് മുറിവിട്ടിറങ്ങി. കുറച്ചു കഴിഞ്ഞതും ഒരു പഴയ ന്യൂസ് പേപ്പറുമായി അവൻ അവളുടെ മുന്നിലെത്തി. അവൾക്ക് നേരെ നീട്ടിയ പേപ്പറിലെ ആദ്യ പേജിലെ ന്യൂസും അതിലെ ഫോട്ടോയും കണ്ട് ആ സ്തംഭിച്ച് നിന്നുപോയി. മെഡിക്കൽ കോളേജ് ഡോക്ടർ നന്ദദേവ് 4 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മരുന്ന് മാറി നൽകി അതിദാരുണമായി കൊലപ്പെടുത്തി. ഡോക്ടർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും അയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിലെ ഫോട്ടോയിലെ നന്ദദേവും തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ ദേവേട്ടനും രണ്ടും ഒരാളാണെന്ന് അറിഞ്ഞതും അവനെ ഇറുകെ പുണർന്നു. കുറച്ച് നിമിഷത്തിന് ശേഷം അവനിൽ നിന്നും അടർന്നു മാറി. ദേവേട്ട, ഈ നന്ദൻ, ആ പേര് എന്ത് ഇപ്പോഴില്ല? പിന്നെ ഈ ദേവ് നാരായണൻ അതാരാണ്? നന്ദദേവ് നാരായണൻ, അതാണ് എൻ്റെ മുഴുവൻ പേര്. നന്ദൻ അതെന്നെ റാം വിളിച്ചിരുന്ന പേരാണ്. അഭിറാം എന്ന എൻ്റെ ഒറ്റ കൂട്ടുകാരൻ. അവൻ എന്നെ ചതിച്ചിട്ട് ശിവന്യവുമായി പോയപ്പോൾ ഞാൻ അവനെയും എൻ്റെ നന്ദൻ എന്ന പേരിനെയും വെറുത്തു. 2 വർഷം എന്നെ സ്നേഹിച്ചിട്ട് അവസാനം അവൾക്ക് അവനെ ഇഷ്ടമാണെന്നും അവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയത് അവൾ പോയതിലല്ല, എന്നെ എൻ്റെ റാം ചതിച്ചല്ലോ എന്നോർത്താണ്. അവനെനിക്ക് എല്ലാമായിരുന്നു. ഇല്ല ദേവേട്ട, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ ചതിച്ചിട്ടില്ല. അയാൾക്കതിന് പറ്റില്ല. അയാൾ നിങ്ങളെ രക്ഷിക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് അയാൾക്ക് ഇന്ന് ജീവൻ പോലും നഷ്ടമായത്. അയാൾ ഇന്ന് ഭൂമിയിൽ ഇല്ല ദേവേട്ട. എല്ലാം വെറും കെട്ടുകഥകളായിരുന്നു. അതിനുശേഷം നിങ്ങൾ അയാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ അയാൾ എല്ലാം കാണുന്നുണ്ട്.
അയാൾക്ക് എന്തൊക്കെയോ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അയാൾക്ക് മാത്രമല്ല, നിങ്ങൾ നേരിൽ പോലും കാണാത്ത ആൻ വരേക്കും. ആൻ, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? അതെ ദേവേട്ട, എല്ലാം ദൈവനിശ്ചയമാണ്. എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചതും ആ ദൈവം തന്നെയാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്നവൻ എൻ്റെ തൊട്ടടുത്തുണ്ടെന്ന്. നേരത്തെ ന്യൂസ് പേപ്പറിൽ കണ്ട ന്യൂസ് മുഴുവനും കള്ളമായിരിക്കാം. എന്നിട്ട് മനസ്സ് പറയുന്നു, നിങ്ങൾ പോലും അറിയാത്ത ചില സംഭവങ്ങൾ അതിനിടയിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, എന്നെ ഒന്ന് വിശ്വസിക്കുക. എനിക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ ആ കുഞ്ഞുങ്ങൾ മരിച്ചത് എങ്ങനെയാ? എന്നെ പലരും ചതിച്ചു എന്നറിഞ്ഞ് ഞാൻ അന്ന് ശരിക്കും മദ്യപിച്ചിരുന്നു. രാത്രി ഏറെ വൈകിയായിരുന്നു എൻ്റെ ചികിത്സയിൽ ICUവിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ നില വളരെ പെട്ടെന്ന് ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നാണ് ആ കുട്ടിക്ക് നേഴ്സ് ഇഞ്ചെക്ട് ചെയ്തത്. മദ്യത്തിൻ്റെ പുറത്ത് ഞാൻ എന്ത് മരുന്നാണ് എഴുതിയത് എന്ന് എനിക്ക് പോലും ഓർമ്മയില്ലായിരുന്നു. ഞാൻ നിർദ്ദേശിച്ച പ്രിസ്ക്രിപ്ഷനിൽ എൻ്റെ കൈപ്പടയിൽ എഴുതിയ മരുന്നാണ് കുട്ടിയുടെ മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ കണ്ടെത്തി. ഒരു കുഞ്ഞിന് കൊടുക്കേണ്ട മരുന്ന് ഞാൻ ബോധമില്ലാതെ 4 കുഞ്ഞിന് നൽകാൻ നിർദ്ദേശിച്ചു. ഡോക്ടറുടെ അശ്രദ്ധ, ഡ്യൂട്ടിക്കിടയിലെ മദ്യപാനം, ഇതൊക്കെ എൻ്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് ചാർത്തി കിട്ടി. കേരളത്തിലെ പേര് കേട്ട ന്യൂറോ സർജനായ എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊലപാതകി എന്ന പേര് വീണു. നാളുകൾ നീണ്ട ജയിൽവാസം, ഒടുവിൽ ജാമ്യം കിട്ടി. പക്ഷെ കേസിൻ്റെ വിധി ഇപ്പോഴും വന്നിട്ടില്ല. ആ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപവാക്കുകൾ ഇപ്പോഴും എന്നെ വേട്ടയാടുകയാണ്. എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞ് എൻ്റെ കൈകൊണ്ട് മരിക്കും എന്ന് അവർ പറഞ്ഞു. എൻ്റെ കുഞ്ഞ് എൻ്റെ കൺമുന്നിൽ വെച്ച് ജീവൻ വെടിയുമെന്ന്. അത് പേടിച്ചിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും വരാഞ്ഞത് കുറ്റബോധം കൊണ്ടാണ്. എൻ്റെ കൺമുന്നിൽ ആ 4 കുഞ്ഞുങ്ങളുടെ മുഖമാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റിരുന്നു. മിക്ക ഡോക്ടേഴ്സും കഴിഞ്ഞപ്പോൾ ഞാനാണ് കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ നടത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. സുഖം പ്രാപിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞിന് അന്ന് രാത്രി അങ്ങനെ സംഭവിച്ചത്. ഇല്ല ദേവേട്ട, ഇതിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. അതിനു മുൻപ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കാം. അത് ഞാൻ എങ്ങനെ ഇതിൽ എത്തിപ്പെട്ടു എന്ന് പറയാം. അതിനാദ്യം ഞാൻ ആരാണെന്ന് പറഞ്ഞോട്ടെ. അത് ഞാൻ വൃന്ദയാണ്. എനിക്കറിയാം നിങ്ങൾ പപ്പയിൽ നിന്നും നേരത്തെ ചിലതൊക്കെ അറിഞ്ഞിരുന്നുവെന്ന്. അതാണല്ലോ എന്നോട് പെട്ടെന്ന് തോന്നിയ സ്നേഹം. അതും പറഞ്ഞവൾ പുഞ്ചിരിച്ചു. ശരിക്കും വൃന്ദയായി ഞാൻ അഭിനയിക്കുകയായിരുന്നില്ല. അതാണ് ഞാൻ. എൻ്റെ സ്വഭാവം അതാണ്. ആനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ആനായിട്ട് ജീവിക്കാനാണ്. അത്രയ്ക്കും പാവമ ആൻമരിയ. ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞിട്ട് ആൻമരിയ അവളെക്കുറിച്ചും അവൾക്ക് നിങ്ങളോട് പറയാനുള്ളതൊക്കെയും അവൾ തന്നെ പറയും എന്നും പറഞ്ഞവൾ ദേവിനെ നോക്കി. ദേവേട്ട, ഞാൻ നിങ്ങളുടെ നെഞ്ചിൽ തലചായ്ച്ചിരുന്ന് കഥ പറഞ്ഞോട്ടെ എന്നവൾ ചോദിച്ചതും അവൻ സമ്മതമെന്നോണം അവളെ ചേർത്ത് പിടിച്ചു. കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ തലചായ്ച്ച ദേവിയായിരുന്നു അവൻ്റെ നെഞ്ചിൽ തലവെച്ച് ആരും ചേർന്നിരുന്നു.